ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ട് ആണ്. അപ്പോൾ ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി പലഹാരം കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കൽ നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീയോ ബട്ടറോ ചേർത്തെടുക്കുക. ഗീ ചേർക്കുമ്പോഴാണ് അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടാട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. വലുതൊന്നും വേണ്ട, ചെറുത്ത് മതി. ഒരുപാട് തടിയൊന്നും ഇല്ലാത്ത നല്ല നേരിയൊരു ടൈപ്പ് ചെറിയ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ക്യാരറ്റ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഉള്ള സാധനങ്ങളും എക്സ്ട്രാ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഉണ്ടാക്കിയത് ചെറിയൊരു അപ്പമാണ്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ ഡബിളായിട്ട് സാധനങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ക്യാരറ്റിൻ്റെ നല്ലൊരു മണം വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ക്യാരറ്റൊക്കെ കുഴഞ്ഞ് നല്ലൊരു മണം വരും. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഉണ്ടാവും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ വീണ്ടും നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു പഴമാണ് കേട്ടോ. ചെറുതായി കട്ടാക്കിയിട്ട് എടുക്കാം. അതും കൂടി നമുക്ക് വഴറ്റിയെടുക്കാറുണ്ട്. പഴം എടുക്കുമ്പോഴും നല്ല തടിച്ച വലിയ പഴം അങ്ങനെയല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ ഒരുപാട് തടിയൊന്നുമില്ലാത്ത നേരിയ ടൈപ്പുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു മഞ്ഞ കളറാകുന്നവരെ വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഒരുപാട് പൊരിയ ഇതാകുന്നത് വേണ്ട കേട്ടോ. ഒരുപാട് കളർ ഇങ്ങനെ മാറി വരുമൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് പഴം കുഴന്ന് വന്നാൽ മതി. അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതും മാറ്റാം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ക്യാരറ്റും പഴത്തിനും 2 മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെയും ക്യാരറ്റിൻ്റെയും പഴത്തിൻ്റെയൊക്കെ വലിപ്പത്തിനനുസരിച്ച് മുട്ടൻ്റെ അളവും കൂടി കൂട്ടിയെടുക്കണം. ഇപ്പോൾ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ 4 മുട്ടയും 2 പഴവും 2 ക്യാരറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാം. 5 മുട്ട തന്നെ എടുക്കാം. പിന്നെ അപ്പോൾ അത്യാവശ്യം കഴിക്കാനുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്കപ്പൊടിയോ വാനില എസൻസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഒന്നും ചേർക്കാതെ ചെയ്തിട്ടുള്ളത്. കഴിക്കുമ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മുട്ടര മണം ഒരുപാട് വരും, അങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആ മുട്ടൻ്റെ ആ ഒരു മണം വരുന്നത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊന്ന് വിസ്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയം ഒരു ചെറിയൊരു കളർ ഇട്ടാൻ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു വെള്ള കളർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇട്ടുകൊടുത്തതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പോളൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ക്യാരറ്റിൻ്റെയും ബനാനൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് പോളൻ്റെ റെസിപ്പീസ് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഞാനിങ്ങനെ പോളൻ്റെ തന്നെ അധികം ഇടുന്നത്. അധികം പേർക്കും ഈ പോള ഭയങ്കര ഇഷ്ടമാണ്. പല വെറൈറ്റി പോളകളുണ്ടല്ലോ. ഓരോന്നായിട്ട് ഇൻഷാല്ലാ ഞാൻ ഇടാം. നമ്മൾ ഈ ക്യാരറ്റും പഴവും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതിന് വേറൊന്നും പണിയില്ല. ഇനി നമുക്ക് പാനിൽ കുറച്ച് ഗീ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല, അങ്ങനെ പ്ലെയിനായിട്ട് തന്നെ എടുക്കാനാണ് ചെയ്തത്. അതിന് നമുക്കിത് അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അടിയിൽ ഞാനൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 20 മിനിറ്റിന് ശേഷമാണ് എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് പെട്ടെന്ന് വെന്ത്, ഒരുപാട് സമയം ആകുന്നു. നമ്മൾ സാധനമൊക്കെ കൂട്ടിയെടുക്കുമ്പോൾ അതിൻ്റേതായ സമയം എടുക്കും കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറാൻ വേണ്ടി പാനിലൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ക്യാരറ്റ് ബനാന അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കേട്ടോ. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു ചവർപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.